നമ്മളപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നു പോവാണ്. അപ്പോൾ എങ്ങനെയുണ്ട് വർണ്ണ യൂണിവേഴ്സിറ്റി എന്നുള്ളത് നോക്കാം. ഈ വർണ്ണ എന്ന് പറയുന്ന ഒരു കോസ്റ്റൽ ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ ചുറ്റുമായിട്ട് കടലുണ്ട്. എന്താണ് ലോൺ എടുത്തിട്ടൊന്നും വരുന്ന വർത്താന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരു 450 euro ഒക്കെ എല്ലാവർക്കും ബേസിക് ആയിട്ട് 400 to 450. അതൊക്കെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിലായിട്ടാണ് ഞാൻ പറഞ്ഞത്. സെമിനാർ നമുക്ക് കമ്പൽസറി ആണ്. സെമിനാറിനാണ് നമുക്ക് അറ്റൻഡൻസ് ഉള്ളത്. അറ്റൻഡൻസ് മിസ്സായാൽ 45 euro ആണോ 40 euro ആണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരു സെമിനാറിന് വെച്ച് ഫൈൻ അടക്കേണ്ടി വരും, ഫൈനൽ എക്സാം എഴുതുന്നതിന് മുന്നേ. വിന്റർ ആകുമ്പോഴത്തേക്ക് ഒരു 7 മണി മാക്സിമം ഒരു 8 മണി ആകുമ്പോഴത്തേക്ക് എല്ലാവരും കടയിൽ പൂട്ടി വീട്ടിൽ പോകും. കടാവറിൽ പഠിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ തോന്നിയത്? ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്സാമിന് നമുക്ക് ഫ്രഷ് ബോഡിയാണ് കിട്ടുന്നത്. സിം എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ആദ്യമേ പോസ്റ്റ് ഫീഡിനോട് തലവെച്ച് കൊടുക്കരുത്. ക്ലാസ് മാനേജബിൾ ആയിട്ടുള്ള ഷെഡ്യൂളാണ്. ഒരു ദിവസം മാക്സിമം ഒരു 3 സെമിനാർ 4 സെമിനാറൊക്കെ വരാറുള്ളൂ. ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സെമിനാർ ഇപ്പോൾ 4 എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒരു മാക്സിമം 1.5 to 2 മണിക്കൂറേ കാണുള്ളൂ. നമ്മൾ എല്ലാ സെമ്മിലും ഏതെങ്കിലും ഒരു സ്പോട്ട് എടുക്കുന്നത് മാൻഡേറ്ററി ആണ്. അതിന് എക്സാം ഫുട്ബോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കാം. ഇതൊക്കെ ആദ്യം എടുക്കണം, കാരണം അവൈലബിലിറ്റി പെട്ടെന്ന് തീർന്നു. ഒത്തിരി സ്പോർട്സ് ഉണ്ട്. എടുത്തിട്ട് നമുക്ക് നോർമലായിട്ട് അനാട്ടമിയുടെ സെമിനാർ നടക്കുന്ന പോലെ എല്ലാ ആഴ്ചയും ഒരു സെമിനാർ സ്പോർട്സിനും ഉണ്ട്. ഇത്ര മണിക്കൂർ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതും അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അവസാനം ഫൈൻ വരും 45 euro. സ്പോർട്സും കമ്പൽസറി ആണ്. സ്പോർട്സിനും ഫൈനൽ എക്സാമും ഉണ്ട്. എനിക്ക് ഫസ്റ്റ് ഇയറിലൊക്കെ കിട്ടിയ ഗ്രൂപ്പില് നമുക്ക് രാവിലെ 7:30 ക്ലാസ് ഉള്ള സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സെക്കൻഡ് ഇയറിൽ എന്റെ ഗ്രൂപ്പിൽ വന്നപ്പോഴത്തേക്കും 9:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ വേറെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ 11:30 12:30 സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ഓരോ സെമ്മിലും ഫിക്സ്ഡ് ആയിട്ടുള്ള ഷെഡ്യൂളാണ്. ഓരോ സെമ്മിനനുസരിച്ച് ഷെഡ്യൂൾ മാറിക്കൊണ്ടിരിക്കും. മാക്സിമം എനിക്ക് തരം മാക്സിമം വന്നിട്ടുള്ള ഒരു 6:30 വരെയാണ്. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള ഒരു 7 മണി വരെ ഒക്കെ പോകുന്നവരുണ്ട്. അപ്പൊ ഈ ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചാണല്ലോ 7 മണി വരെ മാക്സിമം ഒരു 7 മണി വരെ. അതിലും കൂടുതലൊന്നും പോയിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഈ സ്പോർട്സ് അല്ലാതെ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. വർഷാവർഷം വരുന്ന ആകെ ഒരു ഓണപ്പരിപാടി ഉണ്ട്. വേറെ ഒന്നുമില്ല. പരിപാടികളൊക്കെ വളരെ കുറവാണ്. നിങ്ങൾ ആ ഒരു ഫൺ ആസ്പെക്ട് നോക്കി വരുന്ന ആളാണെങ്കിൽ തീരെ നല്ലൊരു ഓപ്ഷൻ അല്ല. വർണ്ണ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. ക്ലാസ്സുകൾ ശരിക്കും ലെക്ചേഴ്സും സെമിനാർസും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിന്റെ സ്കെഡ്യൂൾ എങ്ങനെയാണ്? ഒരു സബ്ജക്റ്റിന് ആദ്യം ലെക്ചർ കഴിഞ്ഞിട്ടാണോ സെമിനാർ കഴിഞ്ഞിട്ടാണോ? അതെ, ലെക്ചർ കഴിഞ്ഞിട്ടായിരിക്കും സെമിനാർ. പക്ഷെ ലെക്ചറിന് ഞാൻ അങ്ങനെ പോവാറില്ല പേഴ്സണലി. ആരും തന്നെ അങ്ങനെ പോവാറില്ല. പോകുന്ന വളരെ കുറച്ച് കുട്ടികളുണ്ട്. പക്ഷെ എനിക്ക് ലെക്ചറിന് പോയി പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സെൽഫ് സ്റ്റഡി തന്നെ. സെൽഫ് സ്റ്റഡി ചെയ്തിട്ട് സെമിനാറിന് പോവാം. സെമിനാർ സ്കിപ്പ് ചെയ്യാൻ ലെക്ചർ നിർബന്ധമൊന്നുമില്ല. അല്ല, സെമിനാർ നമുക്ക് കമ്പൽസറി ആണ്. സെമിനാറിനാണ് നമുക്ക് അറ്റൻഡൻസ് ഉള്ളത്. അറ്റൻഡൻസ് മിസ്സായാൽ നമുക്ക് ഒരു സെമിസ്റ്ററിൽ ഒരു ഫ്രീ അറ്റൻഡൻസ് ഉണ്ട്. പിന്നെ സബ്ജക്റ്റിൽ ഡിപ്പെൻഡ് ചെയ്ത് മാക്സിമം 2 ഫ്രീ സ്കിപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമ്മൾ ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ 45 euro ആണോ 40 euro ആണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരു സെമിനാറിന് വെച്ച് ഫൈൻ അടക്കേണ്ടി വരും, ഫൈനൽ എക്സാം എഴുതുന്നതിന് മുന്നേ. എന്നിട്ട് രണ്ടാമത് സെമിനാർ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് അതിന്റെ സെമിനാറിന്റെ മാർക്ക് നമുക്ക് ഓരോ ദിവസം ഇത്ര മാർക്ക് കിട്ടണമെന്നുണ്ടോ? അതായത് ഫൈനൽ എക്സാം എഴുതണമെങ്കിൽ ഇത്ര അറ്റൻഡൻസ് ഉണ്ടാവണം. മാർക്ക് നിർബന്ധമില്ല. ഓരോ സെമിനാർ ഓരോ പ്രാക്ടിക്കൽ ക്ലാസ്സിലും ക്വസ്റ്റ്യൻ ചോദിച്ചു മാർക്ക് ഇടുന്ന രീതി ഇല്ല, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ പിന്നെ നമുക്ക് അങ്ങനെ മാർക്ക് ഇടുന്ന സിസ്റ്റം വരുന്നത് കൊളോക്യത്തിനാണ്. 3 കൊളോക്യം ഉണ്ടാവും ഒരു സെമിസ്റ്ററിൽ. അതും ഓരോ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോ ബയോകെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ ഒരു സെമ്മിന് 3 കൊളോക്യാണുള്ളത്. ഈ 3 കൊളോക്യം നമ്മൾ പാസ്സായിരിക്കണം. എന്ന് വെച്ചാൽ പാസ്സായില്ലെങ്കിൽ അതിന് വലിയ ഔട്ട്കം വരാനില്ല. പക്ഷെ ഈ മാർക്ക് നമുക്ക് ഫൈനലിലേക്ക് ആഡ് ആകും. അപ്പോൾ നമുക്ക് ഫൈനൽ പാസ്സാവാനുള്ള പ്രോബബിലിറ്റി അത്ര കൂടുവാണ്. അതായത് എങ്ങനെയാണ് അതിന്റെ കൊളോക്യത്തിന് എത്ര കിട്ടിക്കഴിഞ്ഞാൽ ഫൈനലിൽ എത്ര കിട്ടണം? അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എങ്ങനെയാ? ഇപ്പോ ബയോകെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ ഔട്ട് ഓഫ് 60 60 നമുക്ക് 60% അബവ് 70% അബവ് ആ ഒരു രീതിയിൽ വേണം. കൊളോക്യം പാസ്സാവാൻ ഇച്ചിരി പാടാണ്. എല്ലാം പാസ്സായി പോവാൻ. അങ്ങനെയാണ്. അപ്പൊ ഇത്ര മാർക്ക് കൊളോക്യത്തിന് ഇത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ അങ്ങനെയുണ്ട്. ഇപ്പൊ അനാട്ടമിക് ഒക്കെ ആണെങ്കിൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. അതിപ്പോ എല്ലാ വിഷയത്തിനും ഉണ്ട്. ഇപ്പൊ ഫിസിയോളജിക്ക് ആണെങ്കിൽ ഔട്ട് ഓഫ് 30 3 കൊളോക്യം ഉണ്ട് ഫിസിയോളജിക്ക് ഒരു സെമ്മില്. ഈ 3 കൊളോക്യത്തിന് നമുക്ക് 28 അബവ് കിട്ടിയ, ഔട്ട് ഓഫ് 30 28 അബവ് കിട്ടിയ നമുക്ക്, അതായത് നമുക്കിവിടെ ഗ്രേഡിംഗ് എന്ന് പറയാം. അതായത് 5
4, 6 അങ്ങനെ 6 ആണ് ഹയസ്റ്റ്. എല്ലാ കൊളോക്യത്തിനും 5 അബവ് കിട്ടിയാൽ നമുക്ക് ഫൈനൽ എക്സാമിന് MCQ പാർട്ടിൽ നിന്ന് എക്സെപ്ഷൻ ഉണ്ട്. അങ്ങനെ കേസ് ഉണ്ട്. ഫൈനൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ MCQ ഉണ്ട്, essay ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓറൽ ഉണ്ട്. ഈ 3 എണ്ണത്തിന് അതും ഈ ഗ്രേഡിംഗ് സിസ്റ്റം ഔട്ട് ഓഫ് 6 തന്നെയാണ്. 6, 5, 4, 3 വേണം നമുക്ക് പാസ്സാവാൻ. ഈ നമ്മൾ 3 കൊളോക്യത്തിന് നമുക്ക് എബവ് 5 ഉണ്ടെങ്കിൽ ഫൈനൽ എക്സാമിൽ ഈ 3 പാർട്ടിലെ MCQ നമ്മൾ എക്സെപ്റ്റഡ് ആവും. എസ്സേയും ഓറലും എടുത്താൽ ഈ MCQ നമ്മൾ എഴുതാണ്ട് തന്നെ നമ്മുടെ ഓവറോൾ 5 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ MCQ ഒഴിവായി കിട്ടും. ഓക്കെ. അതൊക്കെ അപ്പോൾ കൊളോക്കിയ മര്യാദയ്ക്ക് 5ന്റെ മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൾക്കാർ കുറവായിരിക്കും അല്ലേ? അത് കുറച്ച് പാടാണ്. എല്ലാത്തിനും ഒരേ ലെവലില് സ്കോർ. എങ്ങനെ എടുത്ത പാസ് പെർസെന്റേജ് ഒക്കെ എങ്ങനെ എല്ലാവരും പാസ്സാവോ? ആരും ഫസ്റ്റ് ട്രൈ തന്നെ പാസ്സാവാറില്ല. പാസ്സാവാണ്ട് ഇയർ ബാക്ക് ആയവരുണ്ട്. പക്ഷെ നമുക്കൊരു എക്സാം തന്നെ ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഫെയിൽ ആയാൽ നമുക്ക് ഒന്നുകൂടെ റീ എഴുതാം. ഒരു പ്രാവശ്യം ഫ്രീ റീടേക്ക് ഉണ്ട്. പിന്നെ മുതൽ നമ്മൾ പേ ചെയ്ത് എഴുതണം. നമുക്ക് പാസ്സാവുന്ന നമുക്ക് പേ ചെയ്ത് എഴുതാം. അതായത് നമുക്ക് പഠിച്ചാലും പാസ്സാവാൻ പറ്റാത്ത അത്രയും എഫേർട്ട് ഇട്ട് ഇടേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇല്ല പഠിച്ചാൽ പാസ്സാവും. അതെ, പഠിച്ചാൽ പാസ്സാവുന്നത്ര ഒരു ഇതേ ഉള്ളൂ. അതല്ലാണ്ട് എത്ര പഠിച്ചാലും പാസ്സാവില്ല അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പഠിച്ചാൽ പാസ്സാവും. പഠിക്കേണ്ട രീതിക്ക് പഠിച്ചാൽ പാസ്സാവും. ഇപ്പോ നമ്മളിപ്പോ കൊടുക്കുന്ന ഫീസ് വെച്ചിട്ട് ഇപ്പൊ 10,000 euro ഫീസ്, അപ്പൊ അത് വെച്ചിട്ട് ഇത് വർത്താണ്. അപ്പോൾ നിങ്ങൾക്ക് വർണ്ണ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളോട് നേരിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോറിൻ ഡിഗ്രി വെബ്സൈറ്റ് യൂസ് ചെയ്യാം. അതിൽ വർണ്ണ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്താൽ അവിടെ പഠിക്കുന്ന മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. അവരോട് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇതിലെ ഈ അനാട്ടമി കടാവറിൽ പഠിക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ തോന്നിയത്? ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കടാവറിൽ പഠിക്കുന്നതിന്. എനിക്കിപ്പോ പഠിച്ചിട്ട് ബാക്കിയുള്ള ചില കൺട്രീസിലൊക്കെ നമുക്ക് സിലിക്കൺ ബോഡീസ് അങ്ങനെയൊക്കെയാണല്ലോ, സ്റ്റിമുലേറ്റഡ് ബോഡീസ് ഒക്കെ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡിഫറൻസ് അങ്ങോട്ട് പറയാൻ പോലും പറ്റത്തില്ല. കാരണം നമ്മൾ ഇതിൽ കണ്ടുപഠിക്കുന്നത് ഓഫ് കോഴ്സ് മെയിൻ ബോഡി കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഇതിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെന്റ് തന്നെയാണ്. നമുക്ക് ഒത്തിരി പ്രായമായിട്ടുള്ള ഒരു ബോഡി എന്ന് വെച്ചാൽ ചില കടാസിന് പ്രായം കൂടുതലായിരിക്കും. അതും ഒരു ഫ്രഷ് ബോഡിയും കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഡിഫറൻസ് അറിയാം. അപ്പൊ അതൊന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ അതിന്റെ ഇമ്പോർട്ടൻസ്. എക്സാമിന് നമുക്ക് ഫ്രഷ് ബോഡിയാണ് കിട്ടുക. അതല്ലാണ്ട് നമുക്ക് ജനറൽ ആയിട്ട് സെമിനാർ ക്ലാസ്സിന് അത്ര പുതിയതൊന്നുമല്ല. എന്നാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കണ്ടെല്ലാം കാണാനും പറ്റും. കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഇയറിൽ നമുക്ക് മിക്കതും ഡൈസെക്റ്റഡ് പാർട്സ്, ഇപ്പൊ ഹാർട്ട് ആണെങ്കിലും പിന്നെ ഓസ്റ്റിയോളജി ഒക്കെയാണ് ഫസ്റ്റ് ഇയറിൽ. അതൊക്കെ ബോൺസ് അങ്ങനെയാണല്ലോ. സെക്കൻഡ് ഇയറിലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫുൾ ബോഡി ആയിട്ട് കിട്ടുക. നെർവ്സ്, വെയിൻസ്, ആർട്ടറീസ് അങ്ങനെയൊക്കെ കിട്ടാറുള്ളത്. അനാട്ടമി എപ്പോഴും ഇവിടെയാണ്. അനാട്ടമിയുടെ ഡൈസെക്ഷൻ ലാബ്സും എല്ലാം ഇതിലാണ് അണ്ടർഗ്രൗണ്ട് ഫ്ലോറിൽ. പ്രീ ക്ലിനിക്കൽസ് മാത്രമാണ് യൂണിയിൽ നടക്കാറ്. ക്ലിനിക്കൽസ് എല്ലാം തന്നെ സെയിന്റ് മറീന ഹോസ്പിറ്റലിലാണ്. ഈ ഡിസെക്ഷന് ഓരോ ദിവസവും എത്ര സമയം ഉണ്ടാവും? അങ്ങനെ ഉണ്ടോ? 2 മണിക്കൂർ, 1.5 മണിക്കൂർ ടു 2 മണിക്കൂർ. എല്ലാ ദിവസവും അല്ല. അനാട്ടമി നമുക്കൊരു വീക്ക്ലി 2 പ്രാവശ്യമാണ് വരാറ്. ചിലപ്പോ 3 പ്രാവശ്യം, 2 പ്രാവശ്യമാണ് വരാറ് കൂടുതൽ. അപ്പോൾ 2 മണിക്കൂർ ഡിസെക്ഷൻ, 2 മണിക്കൂർ, 4 മണിക്കൂർ. അപ്പൊ ഇപ്പൊ ബാക്കിയുള്ള ഫിസിയോളജിന്റെ ഒക്കെ ലാബ് ഒക്കെ എങ്ങനെയായിരിക്കും? ഫിസിയോളജി നമുക്ക് കൂടുതലും സെമിനാർ ഒരു ക്ലാസ് റൂം പോലത്തെ സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ ഓരോ പ്രാക്ടിക്കൽ ടാസ്ക് വരുമല്ലോ. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റൂംസിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് കഴിയും. പിന്നെ ബാക്ക് ടു ക്ലാസ്. ഹിസ്റ്റോളജി നമുക്ക് ഫസ്റ്റ് ഇയറിലുള്ള ഹിസ്റ്റോളജിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ക്ലാസ് റൂം ഉണ്ട്. ഫുൾ മൈക്രോസ്കോപ്സും സ്ലൈഡ്സും ഒക്കെ ആയിട്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ പുറത്തുനിന്നുള്ള ഫുഡ്? വളരെ മോശം, പരിതാപകരം. നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടില്ല ഇവിടെ. ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ പോയി മേടിക്കാൻ പറ്റുന്ന ഒരു റേറ്റോ കാര്യങ്ങളോ അല്ല. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സാധനങ്ങൾ ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇപ്പൊ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിക്കാനുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്ന് പറയാൻ ഒന്നുമില്ല. ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് 8 മണിക്കൂർ ട്രാവൽ ചെയ്ത് സോഫിയ വരെ പോകണം. ഫുഡ് അപ്പൊ വളരെ മോശമാണ്. നമുക്ക് സെൽഫ് കുക്ക് ചെയ്ത് കഴിക്കാന്നേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും ഇപ്പം മുളക്, മല്ലി, പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾ, ഇതൊക്കെ ഇവിടെ കിട്ടുമോ? ടർമറിക് ഒക്കെ കിട്ടും. പിന്നെ ചില്ലി പൗഡർ ഒക്കെ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു എരിവില്ല. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോ എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണ്ടേ? സ്പൈസസ് ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. ഇവിടെ അങ്ങനെ തീരെ കിട്ടത്തില്ല. ചോറ് കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നാട്ടിൽ നിന്ന് നല്ല അരി കൊണ്ടുവരാ. പക്ഷെ അതൊന്നും അരി ഇവിടെ കിട്ടൂല. നമ്മൾ ജാപ്പനീസ് റൈസ് കിട്ടും, ബസ്മതി റൈസ് കിട്ടും. ജാപ്പനീസ് റൈസ്, ബസ്മതി റൈസ് ആണ് എല്ലാ ഓൾമോസ്റ്റ് കിട്ടുന്നത്. ബസ്മതി നമ്മൾ മേടിക്കണ്ട, ജാപ്പനീസ് നമ്മൾ ബസ്മതി പല റേറ്റിന്റെ ഉണ്ട്. ഇപ്പൊ ലിഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് 2 യൂറോയ്ക്ക് കിട്ടും. അതായത് ഓൾമോസ്റ്റ് 4 ലെവൽ, കറക്റ്റ് 4 ലെവൽ. പക്ഷെ അത് എന്താണ് അത്ര നല്ല ക്വാളിറ്റി ബസ്മതി അത് ഞാൻ പറയില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ കുട്ടി ടർക്കിഷ് സ്റ്റോർസ് ഒക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 3.5 യൂറോ 4 യൂറോയ്ക്കൊക്കെ 1 കിലോ കിട്ടും. അത് നല്ല റൈസ് ആണ്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ മുട്ടക്കൊക്കെ എന്ത് റേറ്റ് ഉണ്ട്? മുട്ട
20 എണ്ണം മീഡിയം സൈസ്ഡ് മുട്ടയ്ക്ക് €5, 30. ഇങ്ങനെയാണ് ഇവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങൾ. പിന്നെ ഈ വെജിറ്റബിൾസ്, ചിക്കൻ, ഇതിനൊക്കെ എന്താ റേറ്റ്? വെജിറ്റബിൾസ് ചിക്കൻ 1 കിലോ എന്ത് റേറ്റ് ഉണ്ട്? ചിക്കൻ 1 കിലോ ലിഡലിൽ ഇപ്പോ 1 കിലോ ചിക്കൻ ഫുൾ ചിക്കൻ ആണെങ്കിൽ €4. €3.5 to €4 ഓരോ കമ്പനിയുടെ അനുസരിച്ചിട്ട്. ഞാൻ എന്റെ കേസിൽ പറയുവാണെങ്കിൽ എനിക്ക് €255 അപ്പാർട്ട്മെന്റിന് ഒരു മാസം റെന്റ് പോകുന്നത്. യൂട്ടിലിറ്റി ബില്ല് എല്ലാം കൂടെ ഒരു €30, €40 പോകും. ഓൾമോസ്റ്റ് എത്ര വരും ഒരു മാസം? ഒരു €450 ഒക്കെ എല്ലാവർക്കും ബേസിക് ആയി വരും. 400 to 450. അതൊക്കെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിലാട്ടോ ഞാൻ പറഞ്ഞത്. എങ്ങനെ ഇവിടുന്ന് എടുക്കാറ് സാധാരണ? നാട്ടിൽ നിന്ന് കാശ് അയക്കുന്നവര് വിസ കാർഡ് യൂസ് ചെയ്ത്, ഞാൻ റെവ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് റെവ് അയക്കാൻ പറ്റില്ല. നാട്ടിൽ നിന്ന് വൈസില് പക്ഷെ സെൻഡ് ചെയ്യാൻ പറ്റും. വൈസില് ഞാൻ ഇപ്പൊ അറിഞ്ഞിടത്തോളം നമ്മള് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ചീപ്പറാണ്. നിങ്ങളെല്ലാം അപ്പാർട്ട്മെന്റ് എടുക്കുന്നത് യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് തന്നെയാണ്? ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് അടുത്തെന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് മാത്രമായിട്ടുള്ള ക്ലാസ്. നമുക്കിപ്പോൾ മെയിൻ യൂണി ക്ലാസ് ഉണ്ട്, ഫാർമസി ബിൽഡിംഗ് ക്ലാസ് ഉണ്ട്, RHL ക്ലാസ് ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്. മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്ക് ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ ക്ലാസ് ഇല്ല, നമുക്ക് മെഡിക്കൽ കോളേജിലും ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതിന് എല്ലാത്തിനും കൂടെ ഏകദേശം ഒരു 10-20 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് വരുന്നിടത്താണ് എല്ലാവരും തന്നെ അപ്പാർട്ട്മെന്റ് എടുക്കാറ്. ഈ ലോണ്ടറി ഒക്കെ എങ്ങനെയാ അപ്പാർട്ട്മെന്റിൽ? വാഷിംഗ് മെഷീൻ? എന്റെ മിക്ക അപ്പാർട്ട്മെന്റിലും വാഷിംഗ് മെഷീൻ ഉണ്ട്. അങ്ങനെ വാഷിംഗ് മെഷീനൊന്നും ഇല്ലാത്ത അപ്പാർട്ട്മെന്റ് ഞാൻ കണ്ടേക്കുന്നത് വളരെ കുറവാണ്. അതല്ലെങ്കിൽ പിന്നെ അപ്പൊ അത്ര റെന്റ് കുറവുള്ള അപ്പാർട്ട്മെന്റ് ഇരിക്കണം. വാഷിംഗ് മെഷീൻ ഒക്കെ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാണ്ടാവണമെങ്കിൽ അപ്പൊ പിന്നെ പുറത്തു കൊടുത്ത് അങ്ങനെ പക്ഷെ ചെയ്യുന്നവര് വളരെ കുറവാണ്. എല്ലാവരും ഒരു ബേസിക് ഫംഗ്ഷനാലിറ്റി ഉള്ള അപ്പാർട്ട്മെന്റ് എടുക്കാറുള്ളൂ. അതിലും കുറവുള്ള എടുത്താൽ നമുക്ക് തന്നെ പണിയാ. ഡിസ്റ്റൻസ് കൂടും, ഫ്ലോറിന്റെ നമ്പർ കൂടും, എല്ലാം കയറി ഇറങ്ങല് കൂടും. പിന്നെ പഴയ അപ്പാർട്ട്മെന്റ് എടുക്കുന്ന അനുസരിച്ച് നമുക്ക് ബില്ല് കൂടുതൽ വരും. അത് ഭയങ്കര വലിയൊരു ഫാക്ടർ. അത് പലർക്കും അറിയില്ല. വരുമ്പോ റെന്റ് കുറച്ചധികം കുറഞ്ഞ് കാണുമ്പോൾ നേരെ കയറി അങ്ങനെ എടുക്കും. അപ്പൊ ഒരാൾക്ക് ഷെയർ ഇപ്പൊ ഒരു €200 വരുള്ളായിരിക്കും. പക്ഷെ റെന്റിന്റെ ഇരട്ടി ഷെയർ ഇപ്പൊ നമുക്ക് ബില്ലിന് പോകും. പഴയ വയറിങ് അങ്ങനെയൊക്കെ വരുമ്പോ. പിന്നെ ചില അപ്പാർട്ട്മെന്റില് മൊത്തം അപ്പാർട്ട്മെന്റിന്റെ ബില്ലെടുത്ത് ആവറേജ് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര പണിയാവും. ഫാമിലി അപ്പുറം താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബില്ലിന്റെ പകുതിയും കൂടെ നമ്മുടെ. പക്ഷെ നമുക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ എല്ലാം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും എടുക്കുക. വെർണല് ബസ് ആപ്പ് യൂസ് ചെയ്യുന്നത് ഏതായിരുന്നു? ബസ് വെർണായിരുന്നു. നമ്മള് സോഫിയിൽ യൂസ് ചെയ്ത മൂവിറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിലുള്ളത് കണ്ടില്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബസ്സിന്റെ ഇത് ഇവിടെ കാണാൻ പറ്റും, ഏത് ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ നിൽക്കണത് എന്നുള്ളത്. അപ്പൊ ഏത് ബസ് സ്റ്റോപ്പിലാണ് നിൽക്കണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കാണുമോ? ഇല്ല, അത് അതിൽ തന്നെ കാണും. പക്ഷെ അത് നമുക്ക് ഏകദേശം ഒരു സ്ഥലപരിചയം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ എടുത്ത് നോക്കുക, ആ സ്പോട്ടിൽ നിന്ന് ഏത് ബസ്സാണ്, എന്നിട്ട് ആ ബസ് പറഞ്ഞ ആപ്പിൽ കയറി നോക്കുക ആ ബസ് എത്ര മിനിറ്റിലാണ്. അതായത് ബസ് പറഞ്ഞ ആപ്പിൽ ഏത് ബസ്സാണ് ഇത്ര മിനിറ്റിൽ എത്തുന്നുള്ള നോക്കാം. പിന്നെ എവിടെയാണ് ബസ് സ്റ്റോപ്പ് എന്നുള്ളത് കറക്റ്റ് ഗൂഗിൾ മാപ്പിൽ കാണാൻ പറ്റും. അത് നോക്കിയിട്ട് വന്നാൽ മതി. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഗ്രീൻ ഇപ്പോൾ കാണിച്ചടാ, ഇതുപോലത്തെ ഒരു ഗ്രീൻ സാധനം കാണാൻ പറ്റും. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ ഏത് ബസ്സാണ്, ആ ബസ്സിൻ്റെ ടൈമിങ്. അതായത് ഇപ്പോൾ 1:48:31 ഇപ്പോൾ എത്തും. അപ്പോൾ ബാക്കി 1:48 ഇത്ര മിനിറ്റാണെന്നുള്ള അവിടെ കാണിച്ചു തരും. ഏത് ലൊക്കേഷനിലേക്ക് പോകുന്നതാണെന്നുള്ളത് കാണിച്ചു തരും. ഇപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ നമ്മളൊന്ന് വെരിഫൈ ചെയ്യുക ഏതാ ബസ് സ്റ്റോപ്പ് എന്നുള്ളത്. എന്നിട്ട് അത് തന്നെയാണെന്ന് വെരിഫൈ ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ബസ് ടിക്കറ്റ് പറഞ്ഞ ആപ്പിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ വിസ കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റേണ്ടതാണ്. പറ്റൂല വിസ കാർഡ് ഡയറക്റ്റ് സ്വൈപ്പ് ചെയ്യാൻ? നമുക്ക് വിസ കാർഡ് നോക്കാം. വെർണലുള്ള ബസ്സാണ്. ബസ്സൊക്കെ നല്ലതാണ്, അത്യാവശ്യം ബെറ്റർ ബസ്സാണ്. അപ്പോൾ ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, അതായത് വെർണലുള്ള. പിന്നെ അതുപോലെ തന്നെ ടാക്സിൻ്റെ കാര്യം, ടാക്സി ഇവിടെ ട്രൈംബ്. അപ്പോൾ അത് പക്ഷെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾഗേറിയൻ സ്റ്റോറിൽ മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആപ്പിളിൽ പ്രയാസമാണ് ഡൗൺലോഡ് ചെയ്യാൻ, iOS ഇല്ല. അപ്പോൾ അതാണ്. ഞങ്ങളൊക്കെ ഫെബ്രുവരി സമയത്താണ്, പീക്ക് വിന്റർ സമയം. ആവശ്യത്തിനുള്ള ഒരു ചീപ്പായിട്ടുള്ള ഒരു ജാക്കറ്റ് വന്നു. ഒരു ഡിക്കാത്തലോൺ സാധനം വാങ്ങിയാൽ മതി. എന്താ ഓൺലൈനിൽ ഉണ്ടാവില്ലേ കുറഞ്ഞത്? തോന്നിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടുത്തെ ക്ലൈമറ്റിന് ഇവിടെ തന്നെ വാങ്ങണം. ഇവിടുന്ന് മേടിച്ചിട്ടേ കാര്യമുള്ളൂ. ഇവിടുത്തെ സർവൈവ് ചെയ്ത് പോകും. ഒത്തിരി കാശിന് നാട്ടിൽ നിന്ന് വെറുതെ ജാക്കറ്റ് മേടിച്ചോണ്ട് വരാണ്ട് ബേസിക് ആയിട്ട് ഒരാഴ്ചത്തേക്ക് സർവൈവ് ചെയ്യാനുള്ള നല്ലൊരു സാധനം മേടിച്ചിട്ട് ഇവിടെ വന്ന് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സിം എടുക്കുന്ന സമയത്ത് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്ക്. അപ്പോൾ ബൾഗേറിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ സോഫി ആയിക്കോട്ടെ വെർണ ആയിക്കോട്ടെ എല്ലാം വരുന്ന സമയത്ത് സിം എടുക്കുന്ന സമയത്ത് പലരും ചെയ്യുന്നത്, കാരണം ഇവിടെ 2 ടൈപ്പ് ഓഫ് സിമ്മുകളുണ്ട്. അപ്പോൾ അതിൽ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് സിം എടുക്കേണ്ടത്, സിം എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് വിവാകോമിൻ്റെ ഒരു ഓഫീസാണ്. നമ്മളിവിടെ ഒന്ന് സിം എടുക്കാൻ വേണ്ടി വന്നതാണ്. പ്രീപെയ്ഡ് എടുക്കാൻ നമുക്ക്
പോസ്റ്റ് പെയ്ഡ് എടുക്കാം. നമുക്ക് വരുന്നവരെ ശ്രദ്ധിക്കുക, ആദ്യമേ പോസ്റ്റ് പെയ്ഡിനോട് തല വെച്ച് കൊടുക്കരുത്. പോസ്റ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ A1 ആണെങ്കിലും മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് A1ന്റെ വിവാകോമിന്റെ സിംസ് ആണ്. രണ്ടെണ്ണത്തിനും 2 വർഷത്തോളം കോൺട്രാക്ട് എഴുതിയിട്ട് നമുക്ക് സിം എടുക്കാൻ പറ്റും. പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ ഇത് പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ 2 കൊല്ലത്തെ കോൺട്രാക്ട് നമ്മൾ എഴുതണം. 2 കൊല്ലത്തെ കോൺട്രാക്ട് ആണ്. നമ്മൾ ഡെപ്പോസിറ്റ് ഓൾമോസ്റ്റ് 55,000 ഡെപ്പോസിറ്റ് അടയ്ക്കണം. ഈ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ നമുക്ക് ഫൈൻ വരും. പിന്നെ നമുക്ക് ഇനിയിപ്പോ ഫൈൻ അടച്ചില്ല എന്ന് വിചാരിക്കും, പിന്നെ നമുക്ക് ആ ഒരു കമ്പനിയിൽ നിന്ന് സിം എടുക്കാൻ പറ്റും. സിം ടെർമിനേറ്റ് ആയിരിക്കും. പക്ഷെ അതേസമയം പ്രീപെയ്ഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേ ചീപ്പർ ആയിട്ടുള്ള പ്ലാൻസ് കിട്ടും. അതിന്റെ കൂടെ വൈഫൈ കൂടെ ആഡ് ചെയ്താൽ പ്രീപെയ്ഡ് ധാരാളമാണ് കിട്ടിയത്. സ്റ്റാർട്ട് ചെയ്യുന്നത് 7 യൂറോയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ പോസ്റ്റ് പെയ്ഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15 യൂറോ മുകളിലേക്കാണ്. 25, 35. അപ്രകാശന്റെ നമ്മൾ വൈഫൈ കൂടെ എന്തായാലും ഒരു കുട്ടിക്ക് വൈഫൈ കണ്ടിട്ട് ജീവിച്ചു പോകാൻ പറ്റില്ല. വൈഫൈ കൂടെ എടുക്കുമ്പോൾ എന്തായാലും വൈഫൈക്ക് ഒരു 15 യൂറോ വരുന്നുണ്ടാവും. പോസ്റ്റ് പെയ്ഡ് എടുത്ത് അത്രയും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാനിൽ വൈഫൈ കൂടെ എടുക്കുന്നതിനെക്കാളും എന്തുകൊണ്ട് എക്കണോമിക്കലി നല്ലത് പ്രീപെയ്ഡ് എടുക്കുന്നതാണ്. എടുത്തിട്ട് അതിന്റെ കൂടെ നല്ലൊരു പ്ലാൻ വൈഫൈഡ് ആക്കുന്നതായിരിക്കും. ഇപ്പം ഞാനൊക്കെ വന്നപ്പോൾ ആദ്യം പോസ്റ്റ് പെയ്ഡ് എടുക്കും. ഞാൻ അന്വേഷിക്കാനാണ് ആ ഫ്രണ്ട് എടുക്കുന്നത്. പോസ്റ്റ് പെയ്ഡ് എടുക്കുമ്പോൾ എനിക്കിപ്പോൾ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. 2 വർഷത്തെ ടൈം പീരീഡ് കഴിയാണ്ട് എനിക്ക് പ്രീപെയ്ഡ് മാറാനും പറ്റില്ല. അപ്പോൾ ഇനി പറ്റാണ്ടിരിക്കട്ടെ. അതെ, നമ്മളിപ്പോ വിവാകോമിലാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു സിമ്മിന്റെ ആണ് അല്ലേ? ഇതല്ലാത്ത വേറെ സിമ്മുള്ള ഇവു A1 അല്ലേ? A1 വിവാകോമോ ആണ്. അപ്പോൾ വിവാകോമാണ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ പ്രൈസ് ഉള്ളത്. പ്രൈസ് ചീപ്പർ വിവാകോമാണ്. പക്ഷേ സ്പീഡ് ബെറ്റർ, സ്പീഡും ആക്സസിബിലിറ്റി കൂടുതൽ A1-നാണ്. അപ്പോൾ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ A1 എടുക്കും. ഇത് നോർമൽ ആയിട്ടുള്ള യൂസ് ആണെങ്കിൽ അതെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വേറൊരു ട്രാപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് പലരും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നേരെ പോസ്റ്റ് പെയ്ഡ് എടുത്തു കൊടുക്കൂലേ? അങ്ങനെ അതെ, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് വന്നിട്ട് പോസ്റ്റ് പെയ്ഡ് എടുത്തു കൊടുക്കുന്ന ആളാണ്. അതായത് അറിയാതെ നമ്മൾ എടുക്കുന്നതിന് പകരം പോസ്റ്റ് പെയ്ഡ് എടുക്കുന്നതിന് പകരം നമ്മൾ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് ഓഫേഴ്സ് എന്റെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്ക് നല്ല ഈ പ്രീപെയ്ഡിന്റെ അതേ കാശിന് പോസ്റ്റ് പെയ്ഡ് ഓഫറിൽ കിട്ടിയവരുണ്ട്. അങ്ങനെ ഓഫറിനൊക്കെ കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി. പക്ഷെ എന്നാലും 3 കൊല്ലത്തെ കോൺട്രാക്ട് ഉണ്ടാവുമല്ലോ. 2 കൊല്ലം. അതപ്പോ ഈ ഇതേ കാശിന് അൺലിമിറ്റഡ് ഡേറ്റ, അൺലിമിറ്റഡ് കോൾസ് അങ്ങനെയുള്ള ഒരു ഓഫറിൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പ്ലാൻ അന്വേഷിച്ച് അതെ, അതായത് പോസ്റ്റ് പെയ്ഡുകളൊന്ന് എടുക്കുന്ന സമയത്ത് എല്ലാം അന്വേഷിക്കുക, എല്ലാ സൈഡും അന്വേഷിക്കുക, എന്നിട്ട് മാത്രം പോസ്റ്റ് പെയ്ഡ് എടുക്കുക, അല്ലെങ്കിൽ പ്രീപെയ്ഡ് എടുക്കുക. അതെ, അപ്പോൾ ഇവിടെ സിം നല്ലത് വിവാഹം കുഴപ്പമില്ല. റേഞ്ച് ഏതാണ്? ആക്സസിബിലിറ്റി റേഞ്ച് ഒക്കെ A1 തന്നെയാണ്. പെടും. അതെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം പ്രീപെയ്ഡ് സിമ്മിൻ്റെ എടുത്തോളാം. അപ്പോൾ പല സമയത്തും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിം എടുക്കാൻ പോകുന്ന സമയത്ത് പോസ്റ്റ് പെയ്ഡിലേക്ക് ചിലപ്പോൾ അവർ പറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം കൊണ്ട് പോസ്റ്റ് പെയ്ഡ് പറഞ്ഞേക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ സിം എടുക്കുന്ന സമയത്ത് 7 യൂറോ ആയിരുന്നു. പക്ഷേ അടുത്ത മാസം റീചാർജ് ചെയ്യാൻ 3 യൂറോ. അതായത് നാട്ടിൽ 300 രൂപ ഉള്ളൂ റീചാർജ് ചെയ്യാൻ. നാട്ടിൽ സെയിം പ്ലാൻ. നാട്ടിൽ 340 രൂപ ഉണ്ട്. ഇവിടെ 25 GB അല്ലേ? 25 GB. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അതിലും കുറവാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കുക. അല്ലാതെ എന്താണെന്ന് വെച്ചാൽ വന്നിട്ട് നേരെ പ്രീപെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ 1500 രൂപ, അതായത് 300-ന് എത്ര ഇരട്ടി? 5 ഇരട്ടിയായി. 5 ഇരട്ടി പൈസ കൊടുത്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ. 3000-ഓളം രൂപ വരും. അതായത് 10 ഇരട്ടിയോളം പൈസ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ യൂറോപ്പിലേക്ക് വരുന്ന ആൾക്കാർ, ബൾഗേറിയയിൽ വരുന്ന ആൾക്കാർ ഇതൊന്ന് ശ്രദ്ധിക്കാം. 1000 യൂറോയ്ക്ക് see the thing is at the end of the day certificate value നമുക്കുണ്ട്. നമ്മളൊരു ഷെൻഗൻ കൺട്രിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നതാണ്. നമുക്കപ്പോൾ ഒരു ഷെൻഗൻ ഡിഗ്രിയാണ്. നമുക്ക് ആ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ വെർത്ത് ആണോ എന്ന് ചോദിച്ചാൽ 2 പെർസ്പെക്റ്റീവ് ഉണ്ട്. അക്കാഡമിക് പെർസ്പെക്റ്റീവില് യെസ് ഡെഫിനറ്റ്ലി. പക്ഷെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ പറയുവാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിന് ഹയർ ആയിട്ട് ഇത് നിൽക്കുള്ളൂ. നമ്മൾ ഒരു ലെവൽ വെക്കും. ഓക്കെ, ഒരു 500 യൂറോ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. നമ്മളൊരു ലെവൽ വെച്ചാൽ അതിൽ തന്നെ തീർക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നാട്ടിൽ നിന്ന് വരുമ്പോൾ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് മാസം തന്നെ വർഷം കൂടുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് യൂറോയുടെ എക്സ്ചേഞ്ചും കൂടെ വന്നപ്പോൾ എല്ലാത്തിനും ഹൈക്ക് വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഹൈക്ക് വന്നു. അത്രയും ഒരു എന്താണ് ലോൺ എടുത്തിട്ടൊന്നും വരുന്ന വർത്താന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സെൽഫായിട്ട് ഫണ്ട് ചെയ്യാൻ ഓക്കെ ആവുന്നുള്ളവർ, അതല്ലെങ്കിൽ പിന്നെ അത്രയും ഡിറ്റർമൈൻഡ് ആയിരിക്കണം. ഓക്കെ, എല്ലാം ഫസ്റ്റ് റേറ്റ് പാസ്സായി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ UK-യുടെ നിയമമൊക്കെ മാറിയതനുസരിച്ചിട്ട് പെട്ടെന്ന് ഇപ്പൊ ജോലി കിട്ടാനും പാടാന്ന് നമുക്കറിയാം. എന്തായാലും പഠിച്ചിറങ്ങി കഴിഞ്ഞ ഒരു വർഷം ബ്രേക്ക് എടുത്ത് ആപ്ലിക്കേഷൻ പ്രോസസ്സും എന്തെങ്കിലും ആയിട്ട് നമുക്ക് ഉടനെ ഒരു എംപ്ലോയ്മെന്റ് ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യം. ഇപ്പൊ പഠിച്ചിറങ്ങിയ സീനിയേഴ്സിന് തന്നെയാണെങ്കിലും ഒന്നെങ്കിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് വേണം. നാട്ടിൽ നിന്നുള്ള കുട്ടികളുടെ കേസാണ് ഞാൻ ഈ പറയുന്നത്. ഉടനെ ആ ഒരു ഇതിലേക്ക് പറ്റാത്തവർക്ക്, അതാണ് ഞാൻ പറയുന്നത്, ലോൺ എടുത്തിട്ടൊക്കെ വരുന്ന വർത്താണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ എം ഡൗട്ട്ഫുൾ. ഒരിക്കലും അല്ലാന്ന് ഞാൻ പറയുള്ളൂ. ഈ ജോലി കിട്ടാനും കൂടെ ഇപ്പൊ ബുദ്ധിമുട്ടുള്ള ഒരു കേസിലാണ് ഞാൻ പറഞ്ഞത്. അതല്ല ഇപ്പൊ നേരത്തെ പോലെ ഡയറക്റ്റ് നമുക്ക് UK പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി ആയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല പേയ്മെന്റും ഉണ്ട്. എന്തുകൊണ്ട് ഒരു സേഫ് ഓപ്ഷൻ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ അല്ല നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് റിസ്കി. അവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്?
പിന്നെ അവിടെയുള്ള കുട്ടികളുടെ ഒപ്പീനിയൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി.